ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് വൈരാഗ്യമുണ്ട്. ഞാൻ മാഡത്തെ ചതിച്ചെന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഞാൻ ആണയിട്ട് പറയാ മാഡം, ഞാനോ ശ്രീനിവാസൻ സാറോ മാഡത്തിനെ ചതിച്ചിട്ടില്ല. നടന്നത് എന്താണെന്ന് അറിയുമ്പോ അവസാനം ഹൃദയം പൊട്ടി കരയേണ്ടി വരും മാഡത്തിന്. മതി. പൂജ നടക്കുമ്പോ കൃഷ്ണ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം തന്നെയാണ് മോളും അണിയേണ്ടത്. കൃഷ്ണ ഉടുക്കുന്നത് ഒരു ചുവപ്പ് സാരിയാണ്. അത് തന്നെ നിനക്ക് വേണ്ടി ഞാൻ വരുത്തിയിട്ടുണ്ട്. പൂജ നടക്കുമ്പോ സിനി അത് മോളെ ധരിപ്പിക്കും. പൂജ ശുഭമായിട്ട് അവസാനിക്കുമ്പോ കൃഷ്ണ എവിടുന്ന് മാറും. പകരം ശാപമൊഴിഞ്ഞ കളരിക്കൽ തറവാട്ടിലേക്കും നവീന്റെ ജീവിതത്തിലേക്കും നിനക്ക് കയറാം. പൂജ ശുഭ ആയില്ലെങ്കിലോ? പൂജക്കിടയിൽ കൃഷ്ണൻ മരിച്ചുപോയാലോ? പറ മമ്മി, അപ്പൊ ഞാൻ എങ്ങനെ കളരിക്കലേക്ക് ചെല്ലുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. കൃഷ്ണ നാഗപ്രീതിയുള്ള കുട്ടിയാ. നാഗങ്ങൾ കൃഷ്ണയുടെ ജീവൻ എടുക്കില്ല, എനിക്കുറപ്പാ. മോളെ, കൃഷ്ണ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാ. അവളുടെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അവക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ശാപമായിട്ട് മോളുടെ ജീവിതത്തിന് മുകളിലുണ്ടാവും. കൃഷ്ണ മരിക്കുന്നതിന് സങ്കടമുണ്ടെന്ന് മമ്മിക്ക് നേരിട്ട് പറയാൻ വയ്യ അല്ലേ? ഹാ, മമ്മി പ്രാർത്ഥിച്ചോ. പക്ഷെ എന്റെ രൂപത്തിൽ അവൾ ഈ ലോകത്തുള്ളത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രാർത്ഥന അവളെ ചാവണമെന്ന് തന്നെയാ. വേണ്ട, ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല. അത് പാപമാ. എന്ത് പാപം? മോളെ പ്ലീസ്, മോള് പോയി റെഡിയാവാൻ നോക്ക്. ചെല്ല്. സ്വന്തം ജീവിതം ഒരു ഞാണിമ്മ കളിയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്റെ മോള്. ദൈവമേ, ഇതുവരെയും ഒരമ്മയും ചെയ്യാത്തൊരു ക്രൂരകൃത്യാണല്ലോ ഞാൻ ചെയ്യുന്നത്. എന്റെ മോൾ ആഗ്രഹിക്കുന്ന നടക്കണം. പക്ഷെ അതിന് മറ്റൊരു ജീവൻ ഇല്ലാണ്ടാവരുത്. കൃഷ്ണയുടെ അമ്മ വന്നിട്ടുണ്ട്. പുറത്ത് നിൽക്കുവോ? എന്തിന്? എനിക്ക് കാണാൻ താല്പര്യമില്ല. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. കണ്ടിട്ടേ പോളെന്ന് പറഞ്ഞ് നിൽക്കുവോ? എന്ത് കഷ്ടം ഇത്. എന്താ? ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഒരു കാര്യം പറയാൻ വന്നത്. പറയാനല്ലേ, കൈ കൂപ്പി അപേക്ഷിക്കാന്. പറച്ചിലും അപേക്ഷയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അറിയാം. പക്ഷേ എന്റെ മോളുടെ കാര്യമായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് നടക്കുന്ന സർപ്പബലിയിൽ നോക്ക്, സർപ്പബലിയിൽ നിന്നും പിന്തിരിയാനായിട്ട് ഞാൻ കൃഷ്ണനോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. അത് നടക്കുന്നത് കൃഷ്ണയുടെ കൂടെ തീരുമാനോ. എനിക്കതിൽ പങ്കില്ല. പിന്തിരിയാൻ ഞാനും അവളോട് പറഞ്ഞു. പക്ഷെ മാഡത്തെ ചതിക്കാൻ പറ്റില്ലെന്ന് അവള് പറഞ്ഞു. ഗാതമോളെ ചതിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ പറഞ്ഞ എന്റെ കുഞ്ഞിനോട് ഒരു കാരുണ്യം കാണിക്കൂ. അവിടെ സർപ്പബലി നടക്കുന്ന സമയത്ത് ഉറ്റവരുടെയും ഉടയവരുടെയും പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തബന്ധമുള്ളവരുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അവളെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നും പറഞ്ഞു. എനിക്കങ്ങോട്ട് വരാനാവില്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ആവില്ല. ആ കാഴ്ച കണ്ട ഞാൻ ചങ്കു പൊട്ടി ചത്തുപോകും. ഗോപാലന്റെ വീട്ടിലെ പൂജാമുറിയിൽ ഞാൻ വിളക്ക് വെച്ച് ഞാൻ എന്റെ മോളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. മാഡം ബലി നടക്കുന്നിടത്തുണ്ടാവുമല്ലോ. ആ സമയം ഗാതമോളുടെ സ്ഥാനത്ത് എന്റെ കൃഷ്ണമോളെ ഒന്ന് കാണാൻ പറ്റുമോ? അവളുടെ ജീവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ മാഡത്തിന്റെ കാല് പിടിക്കാം.
ആരുടെ മരണവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കണം. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കണം. എന്റെ കൃഷ്ണമോളെ ജീവനോട് എനിക്ക് തിരിച്ചു തരണം. പോയിക്കോളൂ. മാഡത്തിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് വൈരാഗ്യമുണ്ട്. ഞാൻ മാഡത്തെ ചതിച്ചെന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഞാൻ ആണയിട്ട് പറയാ മാഡം, ഞാനോ ശ്രീനിവാസൻ സാറോ മാഡത്തിനെ ചതിച്ചിട്ടില്ല. നടന്നത് എന്താണെന്ന് അറിയുമ്പോ അവസാനം ഹൃദയം പൊട്ടി കരയേണ്ടി വരും മാഡത്തിന്. മതി. സ്വന്തം മകളുടെ പ്രാണം ചോദിച്ചാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് ഇറങ്ങി പോവാം. മറ്റാർക്കും വേണ്ടി വാദിക്കണ്ട. എന്റെ ജീവിതത്തിന്റെ നാൾ വഴികൾ ഒരു കലണ്ടറായിട്ട് ഞാൻ എന്റെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്റെ കൂടെ നടന്നവരെയും എന്നെ ചതിച്ചവരെയൊക്കെ ചുവന്ന അക്കങ്ങളിൽ നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ നീ അനുഭവിക്കുന്നതും എവിടെയോ കിടക്കുന്ന അയാൾ അനുഭവിക്കുന്നതും ഒരേ വേദന തന്നെയാ. വിശ്വസിച്ചവരെ ചതിച്ചതിനുള്ള വേദന. അത് നിനക്കുള്ള ശാപവാ, അയാൾക്കും. ഇറങ്ങി പോവിടുന്ന്. ഇന്ന് നടക്കാൻ പോകുന്ന സർപ്പബലി കുറച്ച് കുഴപ്പം പിടിച്ചതാണല്ലോ. അതെ, അതിൽ സംശയമൊന്നുമില്ല. കളരിക്കൽ തറവാട്ടിലെ ശാപം ചെറുതൊന്നും അല്ലല്ലോ. ആ പാവം പെൺകുട്ടി എങ്ങനെ ഈ സർപ്പബലിക്ക് തയ്യാറായെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് ചെയ്യാനാ? നമസ്കാരം. ആ, എന്താ രാമ, സുഖല്ലേ? സുഖായിരിക്കണു. കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ തിരുമേനി. നടക്കട്ടെ നടക്കട്ടെ. ആയിക്കോട്ടെ. ആ. കൃഷ്ണ